ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാ സ്നാക്സിനും ഒരൊറ്റ ഫില്ലിങ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ ഫില്ലിങ്ങിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു 6 സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിനെയും നമുക്ക് സാധാ പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കാറുള്ളത് പോലെ തന്നെ നന്നായിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് നമുക്കൊരല്പം എണ്ണ പുറമേ ഒന്ന് പുരട്ടിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരുപാട് സമയം ഒന്നും വേണ്ട. നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറായി വരുന്ന അത്ര സമയത്തേക്ക് മാത്രം മതി. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഞാൻ 2 കിഴങ്ങാണ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തതാണിത്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് വേവിച്ച ബീഫാണ്. ബീഫ് നന്നായിട്ട് വെന്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഈ മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതാണ് നമ്മുടെ എല്ലാ സ്നാക്കിൻ്റെയും ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ചിക്കനോ ഇനി പനീറോ അല്ല വെജിറ്റബിൾസോ ഒക്കെ പ്രിപ്പയർ ചെയ്യാം. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 സൈഡും 2 ബ്രെഡിൻ്റെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതുപോലെ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് ബ്രെഡിന് മുകളിലായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡ് 4 സൈഡും ഒന്ന് ചെറുതായിട്ട് വെള്ളം കൊണ്ടൊന്ന് നനച്ചു കൊടുക്കണം. ഇത് നമ്മൾ ഈ ബ്രെഡ് തമ്മിൽ കവർ ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാനാണ്. പിന്നെ ഫില്ലിംഗ് ഒന്ന് പുറത്തോട്ടൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ 2 ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് നന്നായിട്ട് കവർ ചെയ്യണം. ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് നന്നായിട്ട് ജോയിൻ്റ് ആയിട്ട് കിട്ടും. ഇതായിപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ഇവിടെ ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു എഗ് വൈറ്റ്, ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 മുട്ട മാത്രമാണ്. ഈ മുട്ട നന്നായിട്ടൊന്ന് ജസ്റ്റ് പതപ്പിച്ചെടുത്തതാണ്. അതിലേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ ഈ സ്നാക്ക് ഒന്ന് ജസ്റ്റ് കവർ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മുട്ട എല്ലാ സൈഡിലേക്കും പറ്റാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്കത് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കുഴിച്ച് വെച്ചിരുന്ന മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിക്കായിട്ടൊന്നും വേണ്ട. എത്രത്തോളം തിന്നായിട്ട് പരത്താവോ അത്രത്തോളം തിന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ നടുവേ 2ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിനി നമുക്ക് ഓരോ പീസ് എടുത്താണ് നമ്മൾ ഇനി നമ്മുടെ ഓരോ സ്നാക്കിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പകുതി ഷീറ്റ് എടുത്ത് നമുക്ക് അതും ഒന്ന് സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നമുക്കൊരു സ്ക്വയറായിട്ട്, നമുക്ക് സമൂസയ്ക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്യില്ലേ, അതുപോലെ നമ്മളിത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലൊരു പീസ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അത് അതിനകത്തേക്ക് നന്നായിട്ട് ഫില്ലിങ് ഇടാൻ ഭാഗത്തിന് നമുക്കത് ജോയിൻ്റ് ആയിട്ട് കിട്ടും. മൈദ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ജോയിൻ്റ് ചെയ്ത് കിട്ടുന്നതാണ്. നമ്മൾ വെള്ളമൊന്നും തൂത്ത് കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. നമ്മളിതുപോലെ അകത്തേക്ക് കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒരുപാട് ഫില്ലിങ് നിങ്ങൾ കുത്തി നിറച്ച് കൊടുക്കേണ്ട. നമുക്ക് അതിൽ കൊള്ളാവുന്ന അത്രയും ഫില്ലിങ് മാത്രമേ ഇട്ട് കൊടുക്കുക. ആ ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ലാസ്റ്റ് പോർഷനൊന്ന് സമൂസയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ അതവിടെ പ്രസ്സായിരിക്കും. പിന്നെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമൊക്കെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നന്നായിട്ട് അന്നേരം തന്നെ നമുക്ക് നന്നായിട്ട് ഒട്ടിക്കിട്ടുന്നതാണ്. ഇനി അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ ഈവനായിട്ട് എല്ലാ ഭാഗത്തോട്ടും ആ ഫില്ലിങ് പോകുന്നതാണ്. അപ്പം നമ്മുടെ 2ാമത്തെ സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 3ാമത്തെ സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നേരത്തെ സ്ക്വയറിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷീറ്റാണിത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ കൊടുക്കണം. ഈ ഫില്ലിങ് നമ്മൾ ഒത്തിരി ലൂസായിട്ട് തയ്യാറാക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അതിനുശേഷം നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. നമ്മൾ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കില്ലേ, അല്ലെങ്കിൽ ബീഫ് റോളൊക്കെ തയ്യാറാക്കില്ലേ, ആ ഒരു അതേ ടെക്സ്ചറിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക.
റോൾ ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ 2-3 തവണ ഇതൊന്ന് റോൾ ചെയ്താൽ മതി. അപ്പോൾ ആ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് നമ്മുടെ മൈദയിൽ നന്നായിട്ട് കവർ ചെയ്ത് വരും. പിന്നെ സാധാ ചെയ്തതുപോലെ തന്നെ ഈ ഭാഗത്തും ഒക്കെ ഓപ്പൺ ആയിരിക്കുന്ന എല്ലാ ഭാഗവും നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം നമുക്ക് കവറായി കിട്ടും. ഇത് നമ്മളപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറത്തൊന്നും വരില്ല. ഇതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ എഗ്ഗിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും എഗ്ഗ് നന്നായിട്ട് പറ്റുന്ന രീതിയിൽ വേണം കവർ ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്നാക്കും റെഡിയായി. ഇനി നമുക്ക് മിച്ചം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഷീറ്റ് വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൽ കാണുന്നത് പോലെ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്നിത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എന്നിട്ട് ഇത് നമുക്ക് ഇതിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഈ റോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം മാക്സിമം ടൈറ്റ് ആയിട്ട് ഇത് റോൾ ചെയ്യുക അത്രയും ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് നന്നായിട്ട് പ്രസ് ആയിട്ടിരിക്കും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ അത് നന്നായിട്ട് ഫില്ലിങ് ടൈറ്റ് തന്നെ ആയിക്കോളും. ഇതിനെ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗമെല്ലാം നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ ഓപ്പൺ ഭാഗമൊക്കെ നന്നായിട്ട് കവറായി കിട്ടും. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്നാക്ക് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ട്രയാങ്കിൾ ഷേപ്പിലേക്ക് നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്ത് പരത്തേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് എഗ്ഗിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ നമ്മൾ 5 സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 6ാമത്തെ സ്നാക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് എടുത്തതിന് ശേഷം നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ തയ്യാറാക്കുന്നത് പോലെ ഇത് ആ ഷേപ്പിലേക്ക് ഒന്ന് നന്നായിട്ട് ആക്കിയെടുക്കുക. അതിനുശേഷം എഗ് വൈറ്റിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ആ സെയിം പ്രോസസ്സ് തന്നെ. അപ്പോൾ നമ്മുടെ 6ാമത്തെ സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ 6 സ്നാക്സും ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിനധികം ടൈമൊന്നും ആയിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് നന്നായി ചൂടായി വരുന്ന സമയം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സമൂസയും ഈ ഷേപ്പിലും കട്ട് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്ന ആ സ്നാക്കാണ്. നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ ബ്രെഡ് ക്രംസ് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തതാണ്. അപ്പം ഇത് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടില്ലേലും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മുടെ അകത്തെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെന്തതാണ്. അപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. നമ്മൾ ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നോക്കി അത്യാവശ്യം നമുക്ക് 2 വശവും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ നമ്മുടെ സ്നാക്സ് 2 ഇവിടെ റെഡി ആയി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി സ്നാക്സ് കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പം അടുത്ത സ്നാക്സ് ഒക്കെ നമ്മൾ ഇടുന്ന സമയത്ത് നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്ലെയിം ഒന്ന് സ്ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. കാരണം ഇത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് നമ്മുടെ ഇതിൻ്റെ കളറൊക്കെ മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെക്കുക. തീരെ ലോ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ സ്നാക്സും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരൊറ്റ ഫില്ലിംഗ് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഉൾഭാഗമൊക്കെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് കുക്കായി കിട്ടുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന നമ്മളുടെ മീറ്റ് റോളിൻ്റെയൊക്കെ അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വൈകുന്നേര സമയങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ ഒക്കെ ആണെങ്കിലും ഒട്ടും ടൈമും കളയാതെ ഒരൊറ്റ ഫില്ലിംഗ് കൊണ്ട് ഇതുപോലെ നമുക്ക് വ്യത്യസ്തമായ പലതരം സ്നാക്സ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. മറക്കാതെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇന്നത്തെ സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയും കൂടെ ചെയ്യണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.